ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. നമുക്കെല്ലാം അമ്മയാണ് ഭൂമിദേവി. നമുക്ക് വേണ്ടുന്നതെല്ലാം ഈ അമ്മയാണ് തരുന്നത്. നമുക്ക് നിൽക്കാനൊരിടം, പാർക്കാനായൊരിടം, പ്രവർത്തിക്കാനായൊരിടം, കഴിക്കാനായി ഭക്ഷണം, കുടിക്കാനായി ജലം, ശ്വസിക്കാനായി ശുദ്ധമായിട്ടുള്ള വായു, ഇങ്ങനെ നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത് മുഴുവൻ ഈ അമ്മയാണ് തരുന്നത്. അമ്മയ്ക്ക് യാതൊന്നും മക്കളായ നമ്മളിൽ നിന്ന് അങ്ങോട്ട് വേണമെന്നില്ല. അമ്മ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. നാം എല്ലാം സുഖികളായിരിക്കണം, ധർമ്മബന്ധാവിലൂടെ ജീവിക്കണം. ഇതാണ് ആ അമ്മയുടെ ആഗ്രഹം. അതിന് വേണ്ടുന്നതെല്ലാം തരുന്നു. പക്ഷേ നാം കടന്നാക്രമിച്ചു കഴിഞ്ഞാലോ ആ അമ്മ തരുന്നതായ അനുഗ്രഹങ്ങളെ മുഴുവൻ എന്റേത് മാത്രമെന്ന് വേനൻ എല്ലാം തന്റേതാക്കിയെടുക്കാൻ ശ്രമിച്ചതുപോലെ നാം അങ്ങോട്ട് കടന്നു കയറിയിട്ട് ഭൂമിയുടേതായിട്ടുള്ള എല്ലാ രസങ്ങളെയും തകർക്കാൻ തുടങ്ങിയാലോ ഭൂമി മനുഷ്യരാശിയുടെയും മറ്റ് ജീവരാശിയുടെയും നിലനിൽപ്പിന് അയോഗ്യമായി പോകും. ഈ രസങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും. ഇവ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടത് സംഭവിക്കുന്നു? നമ്മള് കാടുകൾ തകർക്കുന്നു, പർവ്വതങ്ങളെ തകർക്കുന്നു, നദികളെ തകർക്കുന്നു, നദികളെ മുഴുവൻ മലീമസമാക്കുന്നു, ജലാശയങ്ങളെ മുഴുവൻ മലീമസമാക്കുന്നു, ചതുപ്പുകൾ മുഴുവൻ നികത്തുന്നു. വയലേലുകൾ എത്രമാത്രം ഉണ്ടായിരുന്നു കേരളത്തില് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളിൽ അധികം പേരും കൃഷി ചെയ്തിട്ടുള്ളയാളാണ്. ഞാൻ കൊച്ചുനാളിലെ കൃഷി ചെയ്തയാളാണ്, കലപ്പ പിടിച്ച് നടന്നയാളാണ്. അങ്ങനെ ഭൂമിയുമായി ഈ പ്രകൃതിയുമായി ഇഴുകിച്ചേർന്നുള്ള നമ്മുടെ ജീവിതം അത് ഭൂമിയെ പോഷിപ്പിക്കുന്നു. ആ ഭൂമി തരുന്നതായ വിളവ് നമ്മെ പോഷിപ്പിക്കുന്നു. നമ്മൾ ഈ ചതുപ്പുകൾ, വയലേലകൾ മുഴുവൻ നികത്തി, കായലുകൾ നികത്തി. അങ്ങനെ വന്നപ്പോഴേക്കും അന്തരീക്ഷത്തിന് ചൂട് വർദ്ധിച്ചു. സമയത്തിന് മഴ പെയ്യൂല, പാടില്ലാത്ത സമയത്ത് മഴ പെയ്യും, വെള്ളപ്പൊക്കം ഉണ്ടാവും. അതേപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കള് സുദുർലഭമായി തീരും. ഇന്ന് നമ്മൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ആശ്രയിക്കുന്ന ആന്ധ്രയെയും പഞ്ചാബിനെയും ഒക്കെയാണ്. അവിടെ നിന്നിട്ട് ലോറിയിൽ ഭക്ഷണം വന്നില്ലെങ്കിൽ നമ്മൾ ഭക്ഷണമില്ലാത്തവരായി പോകും. കാലാവസ്ഥയുടെ വ്യതിയാനം മൂലം അങ്ങ് ഉത്തരധ്രുവവും ദക്ഷിണ ധ്രുവവും അവിടെയുള്ള വലിയ മഞ്ഞുപാളികളെല്ലാം ഉരുകുന്നു. ഹിമാലയത്തിലെ മഞ്ഞുപാളികൾ ഉരുകുന്നു. സമുദ്രത്തിന്റെ നിരപ്പ് വർദ്ധിക്കുന്നു. സമുദ്രത്തിലുണ്ടായിരുന്ന ദ്വീപുകൾ വളരെയേറെ ഇതിനകം മുങ്ങിക്കഴിഞ്ഞു. ഇനിയും ധാരാളം മുങ്ങും. കുറെ കൂടി 1 or 2 ദിവസം കഴിയുമ്പോഴേക്കും വളരെയേറെ ഭൂവിഭാഗം സമുദ്രത്തിന്റെ അടിയിലേക്ക് പെട്ടുപോകും. എന്തുകൊണ്ട്? ആ സമുദ്രത്തിലെ ജലനിരപ്പ് ഉയരുന്നു അന്തരീക്ഷതാപനം മൂലം. ഇത് വേനന്റെ നേതൃത്വത്തിൽ അന്ന് നടന്ന അതിക്രമങ്ങളുടെ തുടർച്ചയാണ്. ഇതാണ് ഭൂമി രസങ്ങളെ ഉപസംഹരിച്ചു എന്ന കഥാരൂപത്തിൽ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴേക്കും നാട്ടുകാർക്ക് ദുഃഖമായി. അവിടെ യാഗങ്ങളെല്ലാം ഇല്ലാതായി തീർന്നു. ഇതൊക്കെ പവിത്രമായ യജ്ഞം, ലോക നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന യജ്ഞം, ഇത്തരം യജ്ഞങ്ങളെല്ലാം ഇല്ലാതായി തീർന്നു. വേദപഠനം ഇല്ലാതായി തീർന്നു. ഈശ്വരാരാധന ഇല്ലാതായി തീർന്നു. ഈശ്വരനെ കുറിച്ച് തന്നെ ചിന്തിക്കാതായി തീർന്നു. എന്തിന് ഭഗവാൻ? എനിക്കെല്ലാം വേണ്ടുന്നത് ഞാൻ എന്റെ ബലം കൊണ്ട് നേടിയെടുക്കും എന്നായി തീർന്നു മനുഷ്യൻ. അങ്ങനെ പരസ്പരം കൊന്നും പരസ്പരം തകർത്തും ജീവിതത്തെ നരകതുല്യമാക്കി തീർത്തു മനുഷ്യർ വേനന്റെ ആ കാലഘട്ടത്തില്. അങ്ങനെ വന്നപ്പോ ധർമ്മം നശിച്ചപ്പോ ഋഷിമാരെന്ത് ചെയ്തു? ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വേനനെ ശപിച്ചു. അങ്ങനെ വേനൻ ഇല്ലാണ്ടായി. ആ വേനന്റെ ശരീരത്തിൽ നിന്നിട്ട് അദ്ദേഹത്തിന്റെ 2 കൈകളും മഥിച്ചു ഋഷിമാര്.
കാരണം വേനന് മക്കളില്ലാതെയാണ് മരിച്ചിരിക്കുന്നത്. ഋഷിമാർ അവരുടെ തപോബലം കൊണ്ട് വേനന്റെ കരങ്ങളെ മഥനം ചെയ്തപ്പോഴേക്കും ആ കരങ്ങളിൽ നിന്ന് 2 കുഞ്ഞുങ്ങൾ പിറന്നു. അതിലാദ്യത്തെ കുഞ്ഞാണ് പൃഥു എന്ന് ഋഷിമാർ പേരിട്ട ആ രാജകുമാരൻ. ആ പൃഥു അങ്ങേറ്റം ധാർമ്മികനായിരുന്നു എന്ന് മാത്രമല്ല ഭഗവാന്റെ അവതാരമാണ് പൃഥു. വളരെ സ്പഷ്ടമായിട്ട് ഋഷിമാര് ആ കാര്യം നമ്മോട് പറയുന്നുണ്ട്. ഒരു ഭരണാധിപൻ എങ്ങനെയായിരിക്കണം എന്നതിന് നാം പൃഥുവിനെ നോക്കി പഠിക്കണം. ഒരു ഗൃഹസ്ഥൻ എങ്ങനെയായിരിക്കണം എന്നതിന് നാം പൃഥുവിനെ നോക്കി പഠിക്കണം. പൃഥുവിന്റെ ആ സദ്ഭരണത്തിന്റെ ഫലമായിട്ട് ഈ ഭൂമി പൃഥുവിന് മകളെ പോലെയായി തീർന്നു. അതുകൊണ്ടാണ് ഭൂമിക്ക് പൃഥ്വി എന്ന് പേര് വന്നത്. പൃഥുവിന്റെ പേരിൽ നിന്നിട്ടാണ് ആ നാമം ഭൂമിദേവിക്ക് വന്നു ചേരുന്നത്. അങ്ങനെ ആ പൃഥു ജനിച്ച അവസരത്തില് ഋഷിമാര് പറഞ്ഞു ആ കുഞ്ഞിന്റെ ഭാവിയെക്കുറിച്ച്, സ്വഭാവത്തെക്കുറിച്ച്, ആ കുഞ്ഞിനാൽ ലോകത്തിനുണ്ടാകുന്ന നേട്ടത്തെക്കുറിച്ച്. ഇപ്പൊ 1000 ആണ്ടുകൾ എത്രയോ കടന്നിരിക്കുന്നു. ഇപ്പോഴും നമ്മുടെ മുന്നില് ഉദാത്തമായ ഭരണത്തിന്റെ ജീവിത രീതിയുടെ ആദർശമായിട്ട് പൃഥു നിറഞ്ഞു നിൽക്കുന്നു. ഋഷിമാര് പറഞ്ഞു, അയം തു പ്രഥമോ രാജ്ഞാം പുമാൻ പ്രഥയിതായശ. ഈ നിൽക്കുന്ന ഈ കൊച്ചു കുഞ്ഞുണ്ടല്ലോ, ഈ ആൺകുഞ്ഞ് വളരെയേറെ യശസ്വിയായി തീരും. അദ്ദേഹത്തിന്റെ യശസ് ലോകം മുഴുവൻ വ്യാപിക്കും. അങ്ങനെ ഈ ഭൂമി ഭരിച്ചിട്ടുള്ള രാജാക്കന്മാരുടെ കൂട്ടത്തില് ഏറ്റവും ആദരണീയനായി തീരും ഈ രാജകുമാരൻ. പൃഥുർനാമ മഹാരാജോ ഭവിഷ്യതി പൃഥുശ്രവ. പൃഥുവായ വിപുലമായ ബൃഹത്തായ കീർത്തിയോടുകൂടിയവൻ, അതാണ് പൃഥുശ്രവസ്. അങ്ങനെ വിപുലമായ കീർത്തിയോടുകൂടിയവനായിട്ട് ഈ കുഞ്ഞ് ഭാവിയില് ഈ ലോകത്തിന്റെ മുഴുവൻ രക്ഷകനായിട്ടുള്ള രാജാവായി തീരും എന്ന് ഋഷിമാര് അന്ന് തന്നെ പ്രവചിച്ചു. യേഷ സാക്ഷാത് ഹരേരംശോ ജാതോ ലോകരിരക്ഷയാ. ലോകരിരക്ഷയാ, ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹരി കൈക്കൊണ്ടിരിക്കുന്ന, വിഷ്ണു കൈക്കൊണ്ടിരിക്കുന്ന, വാസുദേവകൃഷ്ണൻ കൈക്കൊണ്ടിരിക്കുന്ന അവതാരമാണ് ഈ രാജകുമാരൻ എന്നറിഞ്ഞുകൊള്ളണം. ഭഗവാൻ അനേകം 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 അവതാരങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. നമ്മള് ദശമസ്കന്ധത്തില് ആ കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് കേൾക്കും. ഭഗവാനോട് ചോദിക്കുന്നു ഭക്തൻ, എന്താ അങ്ങയുടെ അവതാരങ്ങൾ എത്രയുണ്ട് എന്ന്. ഭഗവാൻ തന്നെ, കൃഷ്ണൻ തന്നെ മറുപടി പറയുന്നുണ്ട് മുചുകുന്ദനോട്. മുചുകുന്ദ മോക്ഷത്തിന്റെ കഥയിൽ നമ്മളത് കേൾക്കും. മുചുകുന്ദനോട് ഭഗവാൻ പറയും, ഞാൻ എത്ര ജന്മങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. ആനന്ദ ജന്മങ്ങളാണ് ഞാൻ കൈക്കൊണ്ടിട്ടുള്ളത്. പിന്നെ ഈ നിൽക്കുന്ന ഭഗവാന്റെ പേര് ചോദിച്ചു മുചുകുന്ദൻ. പറഞ്ഞു, എന്റെ പേരുകൾ എത്രയുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അനന്തമുണ്ട് എനിക്ക് പേരുകൾ, അനന്ത ജന്മങ്ങൾ, അനന്തമായ പേരുകൾ. എന്തിന്? അനന്തമായ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാൻ അനന്ത തവണ ഈ ഭൂമിയിൽ അവതരിച്ചു. ഇപ്പോൾ ഞാൻ ദേവകിയുടെ മകനായിട്ടുള്ള, വസുദേവന്റെ മകനായിട്ടുള്ള, യശോദയുടെയും നന്ദഗോപരുടെയും മകനായിട്ടുള്ള വാസുദേവ കൃഷ്ണനാണ്. അങ്ങേക്ക് മോക്ഷം നൽകാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്നു ചേർന്നതാണ്. കാലയവനെ അങ്ങയെ കൊണ്ട് സംഹരിപ്പിച്ചത് ഞാൻ തന്നെയാണെന്ന് അദ്ദേഹം പറയുന്നത് കേൾക്കും. അങ്ങനെ ആ പരമാത്മാവ് ഈ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അംശാവതാരം കൈക്കൊണ്ട്, കൃഷ്ണാവതാരം പൂർണ്ണാവതാരാണ്, രാമാവതാരം പൂർണ്ണാവതാരമാണ്, ചതുർവ്യൂഹമായിട്ടാണ് ആ അവതാരങ്ങൾ. പിന്നെയോ ബാക്കി അനേകം 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 അംശാവതാരങ്ങൾ. അങ്ങനെയുള്ളൊരു അംശാവതാരം അതാണ് പൃഥു. അതാണ് യേഷ സാക്ഷാത് ഹരേരംശ ജാതോ ലോകരിരക്ഷയ. ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്റെ അംശമായിട്ട്, അംശാവതാരമായിട്ട് ഈ ഭൂമി
ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നതാണ് ഈ ബാലൻ എന്ന് അറിഞ്ഞുകൊള്ളുക. ആ അവസരത്തില് വിപ്രന്മാര്, പരമാത്മാവിനെ അറിയുന്ന ആളുകൾ, വേദം പഠിച്ചിട്ടുള്ള ആളുകൾ, വേദമന്ത്രങ്ങൾ നന്നായി ഉൾക്കൊണ്ട ആളുകൾ, അവര് ആ ബാലകനെ സ്തുതിക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ ഗന്ധർവന്മാർ, അവര് സംഗീത വിദ്യയില് നിപുണന്മാരാണ്. ആ ഗന്ധർവന്മാര് മധുരമധുരമായിട്ടുള്ള പാട്ടുകളെ കൊണ്ട് ആ ബാലകനെ, പൃഥുവിനെ സ്തുതിക്കാനായിട്ട് തുടങ്ങി. എന്ന് മാത്രമല്ല, ദേവസ്ത്രീകള് അന്തരീക്ഷത്തിൽ എത്തി നിന്നിട്ട് സന്തോഷത്തോടുകൂടി നൃത്തം ചെയ്യാൻ തുടങ്ങി. ദേവദുന്ദുഭികൾ മുഴങ്ങി. ദേവന്മാരുടെ ആ നാട്ടിൽ നിന്ന് വലിയ വലിയ വിദ്വാൻമാര് അന്തരീക്ഷത്തിൽ എത്തിച്ചേർന്നിട്ട് അവര് പെരുമ്പറ മുഴക്കി. അതേപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള വാദ്യങ്ങൾ മുഴക്കി. കാരണം ഭഗവാൻ അവതരിച്ചിരിക്കുന്നു. ഭഗവാൻ അവതരിച്ചു കഴിഞ്ഞാലോ ആനന്ദത്തിന്റെ തരംഗമാലകൾ ലോകം മുഴുവൻ നിറയും. അത് സംഗീതസന്ദ്രമായിട്ടാണ് നിറയുക. അങ്ങനെ ആ സംഗീതം, ദേവസംഗീതം, അത് നിറഞ്ഞു. മനുഷ്യർ പാടുന്ന പാട്ടല്ല, നമ്മൾ പാടുന്ന പാട്ട് ശാസ്ത്രീയ സംഗീതമുണ്ട്. അത് ദേവസംഗീതത്തിലേക്ക് ഉയർന്നു ചെല്ലുന്ന സംഗീതമാണ് ശാസ്ത്രീയ സംഗീതം. അത് ദേശീയ രീതിയിലും അതേപോലെ മാർഗീ സമ്പ്രദായത്തിലും സോപാന സമ്പ്രദായത്തിലും ഒക്കെയുണ്ട്. അത് ഭൂമണ്ഡലത്തിൽ നിന്ന് അങ്ങ് മുകളിലേക്ക്, ദേവമണ്ഡലത്തിലേക്ക് ഉയർന്നു ചെല്ലുന്ന സംഗീതമാണ്. നമ്മെ ആ തലത്തിലേക്ക് കൊണ്ടുപോകുന്ന സംഗീതമാണ്. അങ്ങനെ ആ സംഗീതത്തെക്കാളും സുന്ദരമായി ദേവന്മാർ തന്നെ പാടുന്ന ദേവസംഗീതം മുഴങ്ങി. ഭഗവാൻ ഭൂമിയിലേക്ക് വരുമ്പോ സകല ദേവന്മാരും സിദ്ധന്മാരും ഗന്ധർവന്മാരും അതേപോലെ തന്നെ യക്ഷന്മാരും ചാരണന്മാരും എല്ലാവരും ഭഗവാനെ സേവിക്കാനായി എത്തിച്ചേരും. അതിൻ്റെതായ മാറ്റം ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ ഉണ്ടാകും. അത് മുഴുവൻ ലോകം നേരിട്ട് അനുഭവിച്ചു.